അങ്ങനെ ഞാൻ പ്രവാസിയായതിനു ശേഷം ആദ്യമായിട്ട് നാട്ടിലേക്ക് പോകുന്നൊരു വീഡിയോ ആയിരുന്നു ഇത്. ഫ്രണ്ട്സൊക്കെ കൊണ്ടുവിടാൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എമിറേറ്റ്സ് ഫ്ലൈറ്റാണ് എടുത്തത്. ഫസ്റ്റ് ടൈമാണ് ഞാൻ എമിറേറ്റ്സ് എടുക്കുന്നത്. ഇത് രണ്ടാമത്തെ ഫ്ലൈറ്റാണ് ആക്ച്വലി എൻ്റെ. അയ്യോ അടിപൊളി ഫ്ലൈറ്റ്, ഭയങ്കര സൂപ്പറാണ്. ആദ്യം എടുത്തത് ഫ്ലൈ ദുബായ് ആയിരുന്നു. ഇങ്ങോട്ടേക്ക് വന്നപ്പം ഇതൊരു രക്ഷയില്ല, അടിപൊളി സാധനം. സ്ക്രീന് ഹെഡ്സെറ്റ് എല്ലാ സാധനങ്ങളും ഉണ്ട്, അടിപൊളിയായിരുന്നു. കിടിലൻ ഫ്ലൈറ്റാണ്. ടേക്ക് ഓഫിൻ്റെ ടൈമാണ്. പക്ഷേ നമ്മൾ രാത്രിയിലാണ് പോയത്, അതുകൊണ്ട് പ്രത്യേകിച്ച് വ്യൂ ഒന്നുമില്ല. ജസ്റ്റ് രാത്രിയിലുള്ളൊരു വ്യൂ മാത്രമേ ഉള്ളൂ. സ്ക്രീനൊക്കെ ഉണ്ട്. ദി ഇന്ത്യ നമുക്ക് കാണാം, നമുക്ക് പോകേണ്ട സ്ഥലം. ഇതിനകത്ത് നമുക്ക് ക്യാമറ കാണാം. നമുക്ക് ഫ്ലൈറ്റിൻ്റെ ഫ്രണ്ട് ക്യാമറ, റിയർ ക്യാമറ എല്ലാം കാണാൻ പറ്റും. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് നമുക്കൊന്നുമില്ല, എല്ലാം കുറേ കുഞ്ഞു കുഞ്ഞു പൊട്ട് ലൈറ്റുകൾ മാത്രമേ ഉള്ളൂ. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഈ എമിറേറ്റ്സ് ഫ്ലൈറ്റിൻ്റെ ഒരു വലിപ്പം, ഒരു ഡിഫറൻസ്, ഒരു സൈസ് ഡിഫറൻസ് കാണിക്കുന്ന ഒരു വീഡിയോ ഇടാം എന്തായാലും. കാരണം അത് ഭയങ്കര ഡിഫറൻസ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അവിടെ ചെന്ന് ഈ എമിറേറ്റ് ഈ ഫ്ലൈറ്റ് കണ്ടപ്പോഴാണ് ഇത് എന്ത് പണ്ടാരമാണ്, ഇത് എന്ത് പടവണ്ടാര സാധനമാണെന്ന് എനിക്ക് മനസ്സിലായി. അതുവരെ നോർമലി മറ്റേതുപോലെ തന്നെ ഒരു ഫ്ലൈറ്റ് എന്ന് വിചാരിച്ചിരുന്നുള്ളൂ. അവിടെ ചെന്ന് കണ്ടപ്പോഴാണ് ആ ഒരു കണ്ട കാഴ്ചയുള്ള എക്സൈറ്റ്മെൻറ്റിലൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാനത് കണ്ട് വായും പൊളിച്ച് നിന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വേറൊരു വീഡിയോ എടുത്തിട്ട് നിങ്ങളത് കാണിക്കാൻ വേണ്ടി ഇവിടെ ഇടുന്നത്. എനിക്ക് വിൻഡോ സീറ്റൊക്കെയാണ് കിട്ടിയത്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, രാത്രി ആയതുകൊണ്ട് പ്രത്യേകിച്ച് കാണില്ല. കാരണം വിൻഡോ സീറ്റ് അല്ലായിരുന്നു കിട്ടിയത്. പക്ഷേ ആൾ കുറവായതുകൊണ്ട് അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ എനിക്ക് അവർ തന്നു. അങ്ങനെ അപ്പോൾ എനിക്ക് സുഖമായിട്ട് അവിടെ ഇരിക്കാൻ പറ്റി. ഞാൻ മാത്രമുള്ളായിരുന്നു ആ 2 സീറ്റിലുമായിട്ട്. അപ്പോൾ നല്ല ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റി. പിന്നെ രാത്രി ഡിന്നർ ഉണ്ടായിരുന്നു, ഫുഡ് കിട്ടി. ഇതിനകത്ത് റൈസ്, ചിക്കന്, പിന്നെ കുറേ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട്. പിന്നെ ഡെസേർട്ട് ഉണ്ട്. അടിപൊളിയാണ്. നോക്കാം, അടിപൊളിയായിട്ട് എല്ലാ ഫുഡും ഉണ്ട്. നല്ല ഫുഡാണ്. ഡ്രിങ്ക്സ് ഉണ്ട് കുടിക്കാനായിട്ട്. 2 അടിക്കേണ്ടവർക്ക് അതുണ്ട്. അത് പക്ഷേ എക്സ്ട്രാ ആണെന്ന് തോന്നുന്നു. ഇതിനകത്തുള്ള വ്യൂ ആണ്. കുറേ നേരത്തെ നമ്മുടെ ഫ്ലൈറ്റ് യാത്രയ്ക്ക് ശേഷം നമ്മൾ ലാൻഡ് ചെയ്യാറായി. ഇതാണ് പുറത്തുള്ള വ്യൂ. ഈ കുത്തു മാത്രമേ കാണാനുള്ളൂ. ഈ ലൈറ്റുകൾ മാത്രമേ കാണത്തുള്ളൂ. കൂടുതൽ ഡീറ്റെയിലിംഗ് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. നമ്മൾ വെളുപ്പിനെ 3 മണിക്ക് എന്തോ ആണ് നമ്മൾ ലാൻഡ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ലാൻഡിങ് ചെയ്യാം. നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് നമ്മളിപ്പോൾ വന്നിറങ്ങും. ആക്ച്വലി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഇവിടുന്ന് വന്നിട്ട് ആദ്യമായിട്ട് നാട്ടിലേക്ക് പോയല്ലേ. അപ്പോൾ അതിന് ഭയങ്കര, അത് മാത്രമല്ല വീട്ടിലാർക്കും അറിയില്ല. ഭയങ്കര സർപ്രൈസായിട്ടാണ് പോയത്. ഞാൻ ഹസ്ബൻഡ് ഒമാനി നിർത്തിയിട്ട് നാട്ടിലുണ്ട്. നാട്ടിൽ നിന്ന് പിന്നെ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി. അപ്പോൾ എന്നെ വിളിക്കാൻ വരുന്നത് ഹസ്ബൻഡായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ഒരു പ്ലാനായിരുന്നു ഓക്കെ ആരോടും പറയാതെ ചെല്ലാമെന്നുള്ളത്. അപ്പം ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. നാട്ടിലെത്തി ഞങ്ങൾ ആദ്യം ഫുഡ് കഴിച്ചു. എൻ്റെ കെട്ടിയോനെ കിട്ടി, അറ്റുനോറ്റ് വളർത്തുന്ന പെങ്ങളെ കിട്ടി. പിന്നെ വീട്ടിൽ പോയി. അത് കഴിഞ്ഞിട്ട് നേരെ എൻ്റെ വീട്ടിലേക്ക് പോയി. എൻ്റെ അപ്പനും അമ്മയും കണ്ടു. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം അപ്പോൾ വേറൊരു മൂഡിലായിരുന്നു. അവരെ കാണുക എന്നുള്ളൊരു ഇതായിരുന്നു. അത് അടിപൊളിയായിരുന്നു. പിന്നെ നാട്ടിലിറങ്ങിയപ്പോൾ ആദ്യം കണ്ട കലാപരിപാടികളൊക്കെയാണ് ഇതൊക്കെ എന്തോ ഉത്സവമോ സംഭവം എന്തോ ആയിരുന്നു. നല്ല രസമുണ്ട് ഇതൊക്കെ. അപ്പോൾ കാണാനൊരു എക്സൈറ്റ്മെൻറ്റാണ്. നല്ലൊരു ഭയങ്കര വേറെ മൂഡാണ്. അതായത് പ്രവാസിക്ക് അത് മനസ്സിലാവുള്ളൂ, അതിൻ്റെ ഫീല്. ഇങ്ങനത്തോളം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എനിക്കറിയില്ല. പക്ഷേ എനിക്ക് എന്ത് കണ്ടാലും ഇഷ്ടമാണ്. പിന്നെ നാട്ടിൽ എന്ത് കണ്ടാലും നല്ല രസമാണ്. അത് വേറെ ഇതാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. ബൈ.